എൻ്റെ ഫസ്റ്റ് റണ്ണിന് പോവുകയാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് തിരൂരുള്ള. അപ്പം ഞാൻ തിരൂർക്ക് പോവാണ്. സ്റ്റേഡിയത്തേക്ക് വേറൊരു കുട്ടിയും കൂടി വരുന്നുണ്ട്. ഇതിലോള് ഇൻസ്റ്റയിൽ റീലൊക്കെ ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ടു. അപ്പോൾ ഈ ഇന്ന് ഏതാഴ്ച തേഴ്സ്ഡേ, അപ്പോൾ ഇന്ന് അവള് വരുന്നുണ്ട് പറഞ്ഞു. ഓള് വരുമോ ഇല്ലേന്നോ നമുക്ക് അറിയില്ല, പക്ഷെ പോയൊക്കാം. ഓൾമോസ്റ്റ് ഞാൻ എത്താനായി. പ്രിറ്റി ഗുഡ് സൺറൈസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഈ സ്റ്റേഡിയത്തേക്ക് ഒരു 2 കിലോമീറ്ററോളം വരാനുണ്ട്. ഞാൻ ഇപ്പം തന്നെ ടയേർഡായി. ഞാൻ അവിടെ പോയി റണ്ണും കൂടി ചെയ്യുമ്പം എന്താവുന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ നല്ല രസമായിട്ട് കാണാൻ. അതാണ് സ്റ്റേഡിയം. അപ്പം എനിക്ക് ഞാണ്ട് പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ബട്ട് എൻ്റെ ഈ ഫുട്പാത്ത് കുറച്ച് ലോങ് ആണ്, കുറേ പോകാനുണ്ട്. നമ്മൾ സ്റ്റേഡിയം എത്താനായി. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടാ. ഞാനിപ്പോൾ 2-3 ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ച്. ഒരു കുട്ടി വരുന്നുണ്ട് പറഞ്ഞില്ലേ, അവളെ കണ്ടിയിലിട്ടോ. ഓളിനി നേരത്തെ പോയോന്നറിയില്ല. ഞാൻ ഓർഡർ എടുത്തവരൊക്കെ ചോദിച്ചു നീ എന്തേ ലേറ്റായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി 2 കിലോമീറ്റർ വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെയും കൂടി ഒന്ന് 4 റൗണ്ടൊന്ന് ഓടി വെക്കാം. ഓക്കെ, തെറ്റാം. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ കാണാൻ വിചാരിച്ച ആളെ ഞാൻ കണ്ടില്ല. പക്ഷേ എനിവേ ഞാനിപ്പം ഒരു 5-6 റൗണ്ട് നടന്നു. പിന്നെ 1 റൗണ്ട് ഓടിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഓടാൻ വയ്യ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഗ്രൗണ്ട് മൊത്തം ഓടുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യം. അപ്പോൾ ഞാനൊരു 5-6 റൗണ്ട് നടന്നു. പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. അപ്പം ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 8 മണി ആവാനായിട്ടുണ്ടാവും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ മാർക്കറ്റാണിത്. ഇവിടെ എന്താ പറയാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കലും കഴിച്ചിലും എക്സൈറ്റഡ് മീ. നെക്സ്റ്റ് നമ്മൾ പരിപാടി ചായ കുടിക്കാൻ പോകുന്നു.
ചായ, ഇറാനി ചായ അവിടെ ഉണ്ടാക്കുന്നു. ഞാൻ വീട്ടിലെത്താനായി. ആൻഡ് ബാക്കി നെക്സ്റ്റൊക്കെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.